Young money. Young money. Young fire. Yeah. Ride with the mob. Do Allah. Check you and me. And do your job. Earth is the name. Ben Baller did the chain. Torn up for the watch. Prezi plain chain. You make any chain. Rest in peace to my superior. Hermes defeat a village in Liberia. TMZ taking pictures cause I'm hysteria. Mama see me on BET and start tearing up. I'm talking to niggas. How'd you get that track? I attended Harlem Phoenix when you risk your life. Uncle used to skim selling mix at night. I was only 8 years old watching Nick at night. Uncle Psycho was in that bathroom bucket. Hope that it don't cut him. Suicidal thoughts brought to me with no inventory. സിംഗിൾ സിലിണ്ടർ 4-stroke DSC എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഈ ബൈക്കിന് മാക്സ് പവർ വരുന്നത് 26.29 PS at 7500 RPM വരുന്നുണ്ട്. മാക്സ് ടോർക്ക് വരുന്നത് 28 Nm at 5500 RPM വരുന്നുണ്ട്. ഈ ഒരു ബൈക്കിന് ഒരു സിലിണ്ടറാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം വരുന്നത് ലിക്വിഡ് കൂൾഡ് ആണ്. ടൈപ്പ് ചെയിൻ ഡ്രൈവ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് മാത്രമാണ് ഈ ഒരു ബൈക്കിന് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇഗ്നീഷൻ വരുന്നത് ECU ബേസ്ഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക് ഇഗ്നീഷൻ ആണ് വരുന്നത്. അപ്പോൾ ഈ ബൈക്കിന്റെ റെയർ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോണോഷോക്ക് സസ്പെൻഷൻ ആണ് വരുന്നത്. വിത്ത് ഗ്യാസ് ചാർജ് സസ്പെൻഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ സൈലൻസറിനെ കുറിച്ചാണ്. സൈലൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു യുണീക്ക് സൗണ്ട്, പിന്നെ എപ്പോഴും ഒരു സൂപ്പർ ബൈക്കിന്റെ സൗണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം സൗണ്ട്. ഒരു യൂണിക് ഡിസൈനിലാണ് ഈ ഒരു ലൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അഥവാ ഇപ്പോൾ ടൂറിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ലാമ്പ് വയ്ക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒരു സ്പാർക്ക് ലുക്കിംഗ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ സസ്പെൻഷൻ ടെലസ്കോപ്പിക് 4 കോയിൽസ് സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 4 ബ്രേസസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സസ്പെൻഷൻ കാരണം കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ കാരണം ഓഫ് റോഡ് പോകാനൊക്കെ അത്യാവശ്യം നല്ല എളുപ്പമാണ്. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ടയറിനെ കുറിച്ചാണ്. ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ പിറലി ഏഞ്ചൽ CT ടയേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് കോർണർ ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല എളുപ്പമാണ്. അപ്പോൾ ഓഫ് റോഡിനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒരിതുമില്ലാതെ നമുക്ക് ഓഫ് റോഡൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമിനെ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം, ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് 320 mm ഡിസ്ക് ആണ് വരുന്നത്. പിന്നെ റെയർ വരുന്നത് 240 mm ഡിസ്ക് വിത്ത് ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആദ്യം കാണുന്നതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടും ഓഫ് റോഡൊക്കെ പോകാൻ കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ ഇതിന്റെ ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രക്ഷയില്ലാത്ത ഗിയർ ബോക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഗിയർ ബോക്സ് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇതിന്റെ ഗിയർ ബോക്സ് വരുന്നത്. അതുകൊണ്ട് അധികം ഫോൾസ് ന്യൂട്രൽ ഒന്നും വരാറില്ല. ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ക്ലച്ചിനെ കുറിച്ചാണ് പറയേണ്ടത്. ക്ലച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറ്റ് മൾട്ടിപ്ലൈറ്റ് ക്ലച്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 300 സെഗ്മെന്റിൽ ഏറ്റവും ഒരു പവർഫുൾ ആയിട്ടുള്ള ബൈക്ക് തന്നെയാണ് നമ്മുടെ മോജോ. അപ്പോൾ നമുക്ക് അടുത്തത് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആദ്യം ടെയിൽ ലാമ്പാണ് കാണാറ്. അപ്പോൾ ടെയിൽ ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു മോഡൽ ടെയിൽ ലാമ്പ് ആയാലും ഈ ഒരു ബൈക്കിന് ചേർന്ന അതേ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് LED ടെയിൽ ലാമ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞ പോലെ ഇത് ഒരു സ്പാർക്ക് ലുക്കിംഗ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുഷ്യനായിട്ട് വളരെ വെട്ടുള്ളതും ലെങ്ത് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് ഇവിടെ
കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമ്മളിപ്പോൾ ലോങ് റൈഡൊക്കെ പോവുകയാണെങ്കിൽ ഒരു റൈഡറിന് ഒരു ഡിസ്കംഫർട്ടും തോന്നില്ല. അതുപോലെ തന്നെ പില്യൻ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പില്യൻ വളരെ കുഷ്യൻ സീറ്റായിട്ടാണ് പില്യൻ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ പില്യൻ ഫുഡ് പാക്ക് ആണ്. കാരണം ഈ പില്യൻ ഫുഡ് പാക്ക് കുറച്ച് ഫോർവേഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പില്യൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം നമുക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലും മുട്ട് മടക്കേണ്ടി വരില്ല. അപ്പൊ നമ്മൾ ഗ്യാബ്രയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്യാബ്രയിൽ പില്യൻ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ഗ്യാബ്രയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു യൂണിക് ഡിസൈനിൽ തന്നെയാണ് ഈ കണ്ട തന്നെ അറിയാം, ഒരു യൂണിക് ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ഗ്യാബ്രയിൽ ചെയ്തിരിക്കുന്നത്. ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാങ്ക് ഒരു തിങ് ചെയ്ത് വെച്ചൊരു ടാങ്ക് തന്നെയാണ്. കാരണം നമ്മൾ ഓഫ് റോഡ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ എണീറ്റ് നിന്ന് ഓട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഹഗ് ചെയ്ത് പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ല തന്നെ അതൊരു ഷോർട്ട് ആളാണെങ്കിൽ കുറച്ച് ഫാറ്റി ആയിട്ടുള്ള ആളാണെങ്കിൽ അങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ബൈക്കിന്റെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത് 21 ലിറ്റേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ ഓവറോൾ മൈലേജ് ടെസ്റ്റ് വരുന്നത് 45 kmpയിലാണ് മൈലേജ് വരുന്നത്. ഈ ബൈക്കിന്റെ കീ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് തന്നെ ഇതിന്റെ ഹാൻഡിൽ ബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സ്പീഡോമീറ്ററിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചെറിയ സ്പീഡോമീറ്റർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇവിടെ ന്യൂട്രൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, എൻജിൻ കില്ല് കൊടുത്തിട്ടുണ്ട്, പിന്നെ RPM മീറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫ്യൂൽ ഗോജ് കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, km/h കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ABS കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ സ്വിഫ്റ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ട്രിപ്പ് 1 ട്രിപ്പ് 2 ടോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ മാനുഫാക്ചർഡ് ബൈക്കിന് വൈബ്രേഷൻ ഇല്ല എന്ന് പറയുന്നത് എൻ്റെ രീതിയിൽ വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം ഫുഡ് പാക്കിൽ വൈബ്രേഷൻ ഇല്ല, ഇവിടെ സീറ്റിൽ വൈബ്രേഷൻ ഇല്ല, ഹാൻഡിൽ ബാറിൽ വൈബ്രേഷൻ ഇല്ല, ഒരു കുട്ടി വൈബ്രേഷൻ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. അത് നമുക്ക് വലിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു ബൈക്കിന്റെ മെയിൻ പ്രത്യേകത തന്നെയാണ് ഈ നോ വൈബ്രേഷൻ. ഈ ബൈക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,88,000 ആണ്. ഇതിന്റെ എക്സ്-ഷോറൂം പ്രൈസ് ആണ് അത് അത്രയും വരുന്നത്. പിന്നെ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ്സ് ആണ്. പിന്നെ ഈ ഒരു ബൈക്ക് വാല്യൂ ഫോർ മണി ബൈക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും പറയുന്നത് യെസ് എന്ന് തന്നെയാണ്. കാരണം അതിന്റെ പെർഫോമൻസിന്റെ മൈലേജിന്റെ പവർ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഈ ഒരു ബൈക്ക് വാല്യൂ ഫോർ മണി ബൈക്ക് തന്നെയാണ്. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഡോമിനാർ അല്ലേ മോജോ കാട്ടി വാല്യൂ ഫോർ മണി എന്ന്. അപ്പോൾ ഒരു ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ബൈക്ക് എന്തായാലും നിങ്ങൾക്ക് ചേരുന്നതായിരിക്കും. കാരണം ഇതിന്റെ ഹെഡ് ലൈറ്റ് ആയിട്ടുള്ള ഹെഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അധികം വെയിറ്റ് ഒന്നും ഇതിന് വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. 181 kg ആണ് ഈ ബൈക്കിന്റെ വെയിറ്റ് വരുന്നത്. Like a Hellcat.